നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓട്ടോ ചേട്ടനുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു കഥയാണ്. ആളുടെ FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് ആളുടെ വരികളിലൂടെ തന്നെ കേൾക്കാം. 1-ാം തീയതിയിലെ ഹാപ്പി ന്യൂ ഇയർ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയതിൻ്റെ ഹാപ്പിയിലാണ് 2-ാം തീയതി കാലത്ത് വണ്ടിയും കൊണ്ട് സ്റ്റാൻഡിലെത്തിയത്. മന്നൻ ജയന്തിയുടെ ഹോളിഡേ ആയതുകൊണ്ട് കാര്യമായ ഓട്ടം ഉണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ കിട്ടുന്ന ട്രിപ്പുകൾ നല്ലതാണെങ്കിൽ രക്ഷപ്പെടാം എന്നൊരു പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് പട്ടുസാരി എടുത്ത് അത്യാവശ്യത്തിലധികം അണിഞ്ഞൊരുങ്ങിയ ഒരു ചേച്ചിയും പട്ടുപാവാടി എടുത്ത ഒരു പെൺകുട്ടിയും കൂടി വന്ന് കിഴക്കേ നട എന്നും പറഞ്ഞ് വണ്ടിയിൽ കയറിയത്. കിഴക്കേ നടയിൽ ഏതോ ഓഡിറ്റോറിയത്തിൻ്റെ പേര് പറഞ്ഞെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഞാൻ വണ്ടിയെടുത്തു. ലോങ് വാടക വിളിക്കുന്നവർ അവിടുത്തെ ഏതെങ്കിലും സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലെന്ന് പറഞ്ഞാൽ അവരിറങ്ങി അറിയുന്ന ഓട്ടോക്കാരെ തിരഞ്ഞു പോകും. അതുകൊണ്ട് കിട്ടിയ ഓട്ടം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രക്കാരെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം അവിടെ എത്തി ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാറാണ് പതിവ്. അങ്ങനെ റൈറ്റ് പറഞ്ഞ് മുന്നോട്ട് പോയി. ബോയ്സ് സ്കൂൾ കഴിഞ്ഞ് വൺവേയിലേക്ക് തിരിഞ്ഞപ്പോൾ പിന്നിലെ ചേച്ചി ഇത് എവിടെയാണ് സ്ഥലം എന്നൊരു ചോദ്യം. ഇത് കുന്നംകുളമാണ്. അപ്പോൾ ഇത് ഗുരുവായൂരല്ലേ? അല്ല. അയ്യോ, ഞാൻ ഗുരുവായൂരെന്ന് കരുതിയിട്ടാണ് വണ്ടി വിളിച്ചത്. കിഴക്കേ നടയിലേക്ക് നടന്നു പോകാൻ വയ്യാത്തത് കൊണ്ടാണ് വിളിച്ചത്. അതിന് നിങ്ങൾ ഗുരുവായൂരല്ലല്ലോ ഇറങ്ങിയത്? സ്റ്റോപ്പ് തെറ്റിയതാണ്. ഇവിടുന്ന് ഗുരുവായൂർക്ക് എത്രയുണ്ട്? ഒരു 250 രൂപയുടെ ഓട്ടമുണ്ട്. അയ്യോ വേണ്ട, ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു വിട്ടോ. കാലത്തെ കൈനീട്ടമാണ് ചേച്ചി. നിങ്ങളൊരു 30 കുറച്ച് 220 തന്നാലും പോകാം. ഏയ് വേണ്ട, ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വിട്ടോന്ന് വീണ്ടും ചേച്ചി. കാലത്തന്നെ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ഓരോ വള്ളിക്കെട്ടുകൾ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്ന് റൈറ്റ് തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിലെ കൊച്ച് ഇതിലെന്നെ പോകാം ടീച്ചറെ, പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞത്. അത് കേട്ടതും ഇച്ചിരി പൈസ കുറഞ്ഞാലും വേണ്ടില്ല, കാലത്തെ വാടക മിസ്സായില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ വീണ്ടും ലെഫ്റ്റ് തിരിച്ച് നേരെ വിട്ടു. പോണ പോക്കിൽ മനസ്സ് മാറിയാലും ഒരു 100 രൂപ വാങ്ങാൻ പറ്റുന്ന ദൂരം കഴിഞ്ഞപ്പോൾ പിന്നിലെ യാത്രക്കാരോട് വണ്ടിയിലിരുന്ന് ഉറങ്ങാനും മാത്രം നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ നിന്ന് കയറിയതാണ്. വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. കുന്നംകുളത്ത് നിർത്തി കണ്ടക്ടർ ഗുരുവായൂർക്കുള്ള ആളെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഗുരുവായൂരാണെന്ന് കരുതി പെട്ടെന്ന് ഇറങ്ങിയതാണ്. വർത്താനം പറഞ്ഞു വന്നപ്പോൾ ചേച്ചി ഒരു ഡാൻസ് ടീച്ചറാണ്. ടീച്ചറുടെ ശിഷ്യയും കൂടെയുള്ള പെൺകുട്ടിയുടെ ഫ്രണ്ടുമായ ഒരു കുട്ടിയുടെ അരങ്ങേറ്റമുണ്ട്. അതിന് വന്നതാണ്. പുലർച്ചയ്ക്ക് പുറപ്പെട്ടതാണ്. അവിടെ എത്തി എന്തെങ്കിലും കഴിക്കാനും തിരിച്ചു പോകാനും ഒക്കെ കൂടി കയ്യിലുള്ള കാശ് തികഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് വണ്ടി വേണ്ട എന്ന് പറഞ്ഞതാണ്. എന്തായാലും മോളുടെ കയ്യിൽ കാശുണ്ടായതുകൊണ്ട് ചേട്ടൻ്റെ കൈനീട്ടം കുളമായില്ല. ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി വെച്ചിരുന്നതാണ്. പിന്നെ ചേട്ടൻ്റെ ആദ്യത്തെ ഓട്ടമാണെന്ന് പറഞ്ഞപ്പോൾ കയറിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് കരുതിയിട്ടാണെന്ന് പെൺകൊച്ച്. അതെന്തായാലും ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഞാൻ കുഴങ്ങിയേനെ. കിഴക്കേ നടയിലെത്തി ഓഡിറ്റോറിയം കണ്ടുപിടിച്ച് അവരിറങ്ങി 220 തന്ന കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് 200 മാത്രം എടുത്ത് ഞാൻ താങ്ക്സും പറഞ്ഞ് വണ്ടി തിരിച്ചു. സത്യത്തിൽ കുന്നംകുളത്ത് നിന്ന് കിഴക്കേ നടയിലേക്ക് 270 രൂപയാണ്. കാലത്തന്നെ കിട്ടിയ വാടക മിസ്സാവണ്ടെന്ന് കരുതി ആദ്യം 250 പിന്നെ അതിലും കുറച്ച് 220 ആക്കിയതാണ്. മടങ്ങിപ്പോണ വഴിക്ക് കുന്നംകുളത്തേക്ക് ഒരു 4 ആളെ കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന ആഗ്രഹത്തിൽ പോയിക്കൊണ്ടിരിക്കെ LF കോളേജിൻ്റെ മുന്നിൽ നിന്ന് നല്ല ചന്തമുള്ള സാരി എടുത്ത സുന്ദരിയായ ഒരു യുവതി കൈ കാണിച്ച് ഗുരുവായൂർക്ക് കൊണ്ടുവിടുമോ എന്ന് ചോദിച്ചു. ശരി എന്നും പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ പിന്നിലെ യുവതി പുന്ന റോഡിൽ ഒരു ഓട്ടോയുമില്ല, കുറേ നേരമായി ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. പുന്ന റോഡൊന്നും എനിക്കറിയില്ല, ഞാനിവിടെ ഉള്ളതല്ല എന്ന് മറുപടി കൊടുത്തു. നിങ്ങൾ എവിടെ ഓടുന്നതാണ്? കുന്നംകുളം. ഇവിടുന്ന് ഇങ്ങോട്ട് ഓട്ടം വന്നതാണോ? ഓട്ടം വന്നതൊക്കെ തന്നെയാണ്, വന്ന ഓട്ടം ഒരു സംഭവമായിരുന്നു എന്ന് മാത്രം. അതെന്താ സംഭവം? ഗുരുവായൂരാണെന്ന് കരുതി കുന്നംകുളത്തിറങ്ങിയ പാർട്ടി ഗുരുവായൂരിന്ന് കിഴക്കേ നടയിലേക്ക് വണ്ടി വിളിച്ചതാണ്. സ്ഥലം മാറിയെന്നറിഞ്ഞപ്പോൾ വണ്ടി വേണ്ടാന്നായി. പിന്നെ കാലത്ത് ആദ്യം കിട്ടിയ ഓട്ടം കളയണ്ടാന്ന് കരുതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പൈസ കുറച്ച് കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അയ്യോ, പാവങ്ങൾ ഉറക്കത്തിൽ പെട്ടതായിരിക്കും. അത് ശരി, അപ്പോൾ പൈസ കുറച്ച് കിട്ടിയ ഞാൻ പാവല്ലേ? താനും പാവം, എന്നാലും മനുഷ്യരല്ലേ, വെളുപ്പാങ്കാലത്ത് ഇത്രയും ദൂരത്തു നിന്നും വരുന്നതല്ലേ, കാറ്റടിച്ച് മയങ്ങിപ്പോയതായിരിക്കും. അതിൽ അധികം കാശൊന്നും കയ്യിലുണ്ടായിരിക്കില്ല. വർത്താനം പറഞ്ഞ് കമ്പനിയായി. കിഴക്കേ നടയിലേക്ക് തിരിയുന്ന വഴിയിലെ നോ എൻട്രി ബോർഡിന് മുന്നിൽ അവരിറങ്ങി. എത്രയായെന്ന് ചോദിച്ചു. മീറ്ററിൽ നോക്കിയപ്പോൾ 40 പറയണോ 50 പറയണോ എന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും ഇത്ര നേരം സന്തോഷത്തോടെ വർത്താനം പറഞ്ഞതിൻ്റെ ഒരു സ്നേഹം ചാർജ് പറഞ്ഞ് കളയണ്ടെന്ന് കരുതി ഇയാൾ കൊടുക്കാറുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ബാഗിൽ നിന്ന് 50ൻ്റെ 2 നോട്ടുകൾ എടുത്ത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ 40 കൊടുക്കാറ്. ഇതിൽ ബാക്കിയുള്ളത് തൻ്റെ ആദ്യത്തെ ഓട്ടത്തിൻ്റെ നഷ്ടത്തിലേക്ക് വരവ് വെച്ചോളൂ എന്ന് പറഞ്ഞു.
അതൊന്നും വലിയ നഷ്ടമല്ല, ഇതൊന്നും വേണ്ട. കുഴപ്പമില്ല ചങ്ങായി, അവരില്ലാത്തതുകൊണ്ട് തന്നില്ല, എൻ്റെ ഉള്ളതുകൊണ്ട് തന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ആര് തന്നാലും ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കുക എന്നതല്ലേ പ്രധാനം. അപ്പം ശരിട്ടാ, പോണ വഴിക്ക് വീണ്ടും ഓട്ടങ്ങൾ കിട്ടട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ പോയപ്പോൾ ഇതുപോലുള്ള മനുഷ്യരും ചിരികളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഭൂമി ഇങ്ങനെ തിളക്കം നഷ്ടപ്പെടാതെ നിൽക്കുന്നതെന്നോർത്ത് ഞാൻ വീണ്ടും വണ്ടി തിരിച്ചു. ഈ ഒരു അനുഭവം പങ്കുവച്ചത് സുധീർ പെരുമ്പിലാവാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയുമായി സഞ്ചരിച്ച സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മയാണ് ആ രണ്ടാമത്തെ ഓട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ ഓട്ടം നഷ്ടമായിട്ട് കൂടെ വിട്ടുകളയാതെ അവർ ആ ഒരു നടക്കിൽ കൊണ്ടയാക്കിയില്ലേ. അവരുടെ ആ ഇല്ലായ്മ കണ്ടിട്ടാണെങ്കിലും പൈസ കുറച്ചേ വാങ്ങിയുള്ളൂ. പകത്തിരിക്കുന്ന ആ പുള്ളിക്കാരൻ ആ ഒരു കുറവ് നികത്തി തന്നു എന്നാണ് കമൻറ്റ് ബോക്സിൽ പലരും പറഞ്ഞത്. ശരിയാണ്, സാക്ഷാൽ കൃഷ്ണൻ്റെ സന്നിധാനത്തിൽ നിന്ന് ആരും നഷ്ടത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ തിരിച്ചു പോവേണ്ടി വരാറില്ല. നമുക്കും അവിടെ ചെന്ന് തൊഴുന്ന സമയത്താണെങ്കിലും അവിടെ പോകുന്ന സമയത്താണെങ്കിലും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. നല്ലൊരു കഥ. എന്താണെങ്കിലും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ.